ഈദ് മുബാറക്. അപ്പം നമ്മളെ ഈദ് ഡേന്റെ വ്ലോഗാണ്. അതെ, സമയം 6 മണിയായി. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒക്കെ റെഡി ആയിക്കണ്ടത്. പെരുന്നാൾപ്പാണ്. ഈ പള്ളിയിൽ പോണം. പിന്നെന്താ ഫുഡ് കഴിക്കുക. ഫസ്റ്റ് നമ്മളെന്ത് നാർത്ത് നീച്ചുകൊണ്ട് എപ്പോഴൊന്നും അല്ല തിരിച്ച് ഇന്റർവ്യൂ ഇപ്പൊ എടുക്കാന്നുള്ളൂ. എപ്പോഴും നീച്ചാൽ 3:30 മണിയായപ്പോൾ നീച്ചു ഫുഡ് ഉണ്ടാക്കാൻ നീച്ചു. അതിൽ നമ്മള് എന്തൊക്കെയാണ് കബാലിയത്ത്, അതിപ്പോ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ള താഴെ കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്ന് കംപ്ലീറ്റ് നമ്മളെ എന്താണ് ഈദ് ഡേന്റെ ഒരു ഫുൾ വ്ലോഗാണ്. ഫുൾ വ്ലോഗ് എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന പരിപാടിയല്ല. എന്തൊക്കെ നമ്മളിന്ന് ചെയ്യണമെന്നുള്ളതൊക്കെ കംപ്ലീറ്റ് കാണിച്ചു തരും. ഓക്കെ, എല്ലാ എടുക്കൊക്കെ ഒന്ന് പോകുന്നുണ്ട്. ടൂറൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് കുടുംബക്കാരെ വീട്ടിൽ കൂടിയൊക്കെ പെയ്യാണ്ട്, ജസ്റ്റ് കുടുംബക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും വരി കൂടി ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ആൾക്കാരെ വരി കൂടി പെയ്യാണ്ട് വരും. അത്ര ടൈമുള്ളൂ, ഒരു ജസ്റ്റ് ഇതുള്ളൂ. ഞാൻ മിഞ്ഞാന്ന് നമ്മൾ എത്തിയത് കോയമ്പത്തൂരിൽ നിന്ന് വന്ന മിഞ്ഞാന്ന് രാത്രിയാണ്. 1 മണിയൊക്കെ ആയപ്പോൾ, രാത്രി 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്നിട്ട് നോമ്പ് കൂടെ കിട്ടി വരിയിൽ. പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ബാക്കി കാഴ്ചകളായിട്ട് കാണാം. ഓക്കെ, സമയം 4:30 കഴിഞ്ഞു. അപ്പത്തേൻ്റെ ഒക്കെ റെഡിയായി. അത് ഞാൻ എൻ്റെ ഒക്കെ പണിയൊക്കെ വെച്ചു. ഇന്ന് പെരുന്നാളാണ് കുട്ടി. നേരം കൊടുക്കണം. ഫ്രൂട്ട് സലാഡിന്റെ ആളാണ്. യെസ്, ഐ ആം ദ ഫ്രൂട്ട് സലാഡ്. അല്ല, നിങ്ങൾ ഫ്രൂട്ട് സലാഡോ? ഫ്രൂട്ട് സലാഡ് അല്ല, ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണല്ല, ഞാനിത് കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്താന്ന് ഉണ്ടാക്കണത്? കബാലിയത്തും ഫ്രൂട്ട് സലാഡും പിന്നെ കബാലിയത്തും പിന്നെ തിന്നാലോ അങ്ങനെ. പിന്നെ നീ വൈകുന്നേരം അമ്മായിട്ട് വരുമ്പോ സുർബിയാൻ ചിക്കൻ ഫ്രൈ, ബീഫ് സുർബിയാനാണ്. ബീഫാ? അത് ചിക്കനെ ഉണ്ടാക്കല്ലോ. പിന്നെ ഇത് പിന്നെന്താ ഉണ്ടാക്കണ അവർക്ക്? പിന്നെ മറ്റേ ഇളനീർ പുഡിങ് അതാരാ ഉണ്ടാക്കണേ? അത് ചില്ലുണ്ടായിക്കോളൂ. അവളൊന്നും ഉണ്ടാക്കിയല്ലോ, അവൾ ഉണ്ടായിക്കോളൂ. എന്റെ കഴിഞ്ഞോ? ഇനി എന്തല്ലത് എനിക്ക് ഷോക്സ് ഇട്ടാ മതി. എനിക്ക് ഷോക്സ് ഇട്ട് പോകാനുള്ളു. നീ ഓക്കെ, എന്നാ ഷോക്സ് ഇടാക്കാം. നിങ്ങൾ എന്താ ഇടണോ? നിങ്ങൾക്ക് കഴിഞ്ഞോ? ചിരിച്ചാ രസം നോക്കിയതാ. ശരിക്കും നേരായിക്കോളി, ഫോട്ടോത്തിൽ ചൊറുക്കണം. റെഡിയാണ് എല്ലാരും? ആയിക്കോട്ടെ, ഞാനേ ഇത് ടൈമർ വെച്ചിട്ടാണ് വരാം. മുടിയൊന്നുമില്ല. താലമ്മ ചൊറിയാ വരുന്നുണ്ടോ നിങ്ങള്? ശരിക്കും എടുക്കട്ടോ? എടുത്തില്ലേ? സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട് പാക്കാതെ. എങ്ങനെയുണ്ട് ഇന്നത്തെ സ്പെഷ്യലുകൾ? ജീകോളം ബീഫ്
ചിലപ്പോ മാഗി ക്യൂബിന്റെ അതാണ് വണ്ടി വാങ്ങിട്ട് തന്നെ ഇരുന്നിട്ടില്ലല്ലോ ബാക്കില് എന്താ ഒരു വണ്ടി വണ്ടി എടുത്ത് ഞങ്ങൾ പോന്നപ്പോൾ ഞങ്ങൾക്ക് പോണം തോന്നി. വണ്ടിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കി വിടാൻ പറഞ്ഞല്ലോ ആപ്പിൾക്കല്ലേ അഭിപ്രായം ഷോപ്പത്തെ ആൾക്കല്ലേ ഓള് പോവുക ചെയ്തില്ല ഇപ്പൊ എന്താ പെരുന്നാക്കിട്ടത് പെരുന്നാൾ ഞങ്ങള് പെരുന്നാൾ കഴിഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ എന്റെ പെരിക്ക് പോവല്ലേ എന്റെ പെരി പോകുന്നു അന്റെ അവിടെ എന്താ ഫുഡ് എന്താ ചോദിച്ചിട്ടില്ലേ പായസം ഉണ്ടോ പായസം കുടിച്ചു നമ്മള് പായസം കുടിച്ചിട്ടില്ലല്ലോ പായസം ബിരിയാണി വെച്ചിട്ട് നാളെ ബിരിയാണി അധികം വെക്കലില്ല ചിലപ്പോ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടാവും ചിലപ്പോ ചിന്നൂന് എന്താ തോന്നുന്നേ ആ ഫ്രൈഡ് റൈസോ അനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്ടല്ലേ എന്റെ പേരേക്ക് എത്തിട്ടോ ആരൊക്കെ ഉള്ളത് ഉമ്മാന്റെ പേരക്കാരുണ്ടാവും. ഇത് പെരുന്തൽമണിക്കാക്കുക ആരാ വെള്ളം എന്തായാലും നിറഞ്ഞിട്ട് ഇനി രാത്രിക്കത്തെ പരിപാടിയും കൂടെ ആവുമ്പത്തിന് ഫുള്ളാവും ഇനിയിപ്പോ 2 ദിവസത്തിന് തിന്നേണ്ടി വരില്ല തിന്നണ്ട ലാഭായി പോയി ഇനി അന്തിക്കത്തെ ചിക്കൻ പൊരിച്ചാനൊക്കെ അല്ലേ ഇനി കൊറേ പരിപാടി ഉണ്ട് കേട്ടോ ചിന്നുന്റെ ഉറക്കം കഴിഞ്ഞോണ്ട് പോകാൻ കുഴപ്പമില്ലല്ലോ എപ്പ ഇറങ്ങിയതാണ് ഓള് ഉറങ്ങിയിട്ട് ഉറങ്ങി 2 മണിയായപ്പോ ഉറങ്ങിയിരുന്നു അല്ലേ ഇപ്പൊ 3, 4, 5 3 മണിക്കൂറായി ചിട്ടോ അപ്പൊ നോസി എനിക്ക് ഇനി ഉറക്കം വരെ അറിയാൻ പറ്റൂല പണിയെടുക്കുക. അതെ ശരിക്കും കഴിക്കട്ടോ അടിച്ചോ എന്ത് ദിവസം അടിച്ചിക്കണേ മാംഗോ ഷേക്ക് എവിടെ സാധനം ഫ്രിഡ്ജിലാ ഓക്കെ അത് കാണിച്ചാ ഹലാക്കിന്റെ കുടുക്കവിടെ ഇതിനുള്ളിലാണ് മാംഗോ ജ്യൂസ്. ഇതിലെന്താ മോളത്തതില് മുന്തിരി ജ്യൂസ് 2 അതിന് ജ്യൂസ് ഉണ്ട് സെറ്റ്. അതിന് പൊരിച്ചിട്ട് മാറ്റിയേക്ക് ഇടാം എണ്ണ വാരാനാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കുടുക്കിക്ക് ഓക്കെ എന്നാ ഞാൻ പൊരിച്ചോളി. ഷിജു അല്ലേ ഉപദ്രവിക്കാത്തത്? ചിക്കൻ പൊരിച്ച അമ്മായിയാണ്. പൊരിച്ച കറക്റ്റ് വേവില് പൊരിച്ചണ്ടേ? കുഞ്ഞണി പോയി, റിഫാസ് പോയി, അടുത്ത കാറുണ്ട്. ചെവിടെ കുറേ തട്ടോളം മാറ്റാൻ മാറ്റണ്ടാവില്ല. ജൂലൈ 14 പടക്കമ്പനിയായിട്ട് മാറ്റി നിൽക്കുന്ന ലാലു അറിയില്ലേ? എടപ്പാളിന്റെ റേറ്റ് കുറവാത്ര. എടപ്പാളില് കായ് കുറവാണല്ലോ, മറ്റേ പൊട്ടിനൊക്കെ വലിയ
വീഡിയോയിൽ പെടാനാണ് സാരിയാക്കുന്ന